അസ്സലാമു അലൈക്കും. നമ്മുടെ കാർബ് ലൈഫിൽ ദോശ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെല്ലാം. മുമ്പ് നമ്മൾ പലതരം ദോശകൾ പരീക്ഷിച്ച് നോക്കി. അതേപോലെ നമുക്ക് ലോ കാർബിൽ നിന്നുകൊണ്ട് ഫെർമെൻറ്റ് ചെയ്തൊരു ദോശ ഉണ്ടാക്കാം, അതായത് പുളിപ്പിച്ചെടുത്തൊരു ദോശ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ അരിയും തേങ്ങയൊക്കെ ആട്ടിയിട്ടാണ് പുളിപ്പിച്ചെടുക്കുക. എന്നാൽ നമുക്ക് ലോ കാർബിൽ ബദാം പൊടി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മുട്ടയും ചേർത്ത് പുളിപ്പിച്ച ദോശ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ട് അതൊന്ന് ഇളക്കുന്നുണ്ട്. ഇത് തൂക്കി നോക്കിയപ്പം 96 ഗ്രാമാണുള്ളത്. അപ്പോൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ബദാം എടുത്തിട്ടുള്ളത്. ആദ്യം ഞാനതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. 1-1.5 മിനിറ്റിനകത്ത് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഈ ബദാമിലേക്ക് പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള മിൽമയുടെയൊക്കെ സാധാരണ തൈര് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നല്ലോണം വെള്ളം ഉള്ളതാണെങ്കിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് കുറച്ച് കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 സ്പൂൺ തൈര് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു മിക്സി ജാറിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചോപ്പറിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇനി സോർ ക്രീം കിട്ടില്ലെങ്കിൽ സാധാരണ യോഗർട്ട് ചേർത്താലും മതി. അപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് പുളിപ്പിച്ചെടുത്താൽ മതി. ചുരുങ്ങിയത് 12 മണിക്കൂർ വരെ വെച്ചതിന് ശേഷം നമുക്ക് ചുടാനായിട്ട് എടുക്കാം. 24 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നന്ന്. നമ്മളെടുത്ത തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് ഈ ബദാം പൊടി കൂടി ചേർന്ന് നന്നായിട്ട് പുളിച്ച് കിട്ടും. അപ്പോൾ ഇപ്പം ചെറിയൊരു ഫെർമെൻ്റായ വാസന ഉണ്ട്. സാധാരണ നമ്മൾ ദോശമാവൊക്കെ രാത്രി അരച്ചിട്ട് പിറ്റേന്ന് എടുക്കുമ്പം ഒരു ഒരു മണവ്യത്യാസം ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ചെറിയ മണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു പരുവം. വല്ലാതെ ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയിലും അല്ല. ഉപ്പൊക്കെ ഓക്കെയാണ്. ഇനി ഞാനിത് ചുട്ടെടുക്കുകയാണ്. 8 മണിക്കൂറിന് ശേഷം ഞാനിത് മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് ചൂടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അതായാലും മതി. നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ ചിലപ്പം നിങ്ങൾക്ക് അത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1.5 തവി മാവ് ഒഴിച്ചിട്ട് അത് ആ തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് വട്ടത്തിൽ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇരുമ്പിൻ്റെ പാന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയ തീയിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പെടുത്ത് മാറ്റുകയാണ്. അടപ്പിൽ വെള്ളത്തുള്ളികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 30 മുതൽ 45 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് തുറന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് മാറ്റാം. ഇത് ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ മുട്ടയുടെയും നമ്മൾ ഒഴിച്ച തൈരിൻ്റെയും മാത്രം ഒരു നനവിലാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതാ ദോശ ഇവിടെ റെഡിയായി. അടിഭാഗം കണ്ടില്ലേ, ഇത്രയും ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി മുഴുവനും ചുട്ടെടുക്കാം. തവി കൊണ്ട് പരത്താൻ പ്രയാസമുള്ളവർ പരത്തണ്ട. ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വേവിച്ചാൽ മതി. പിന്നെ അതിന് കട്ടി കൂടുതലാവുമ്പോൾ വേവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അടിഭാഗം നമുക്ക് ഡാർക്ക് കളറാകും. വേണമെങ്കിൽ മറിച്ചിടുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്ത മാവ് കൊണ്ട് 6 ദോശയാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഞാൻ മുഴുവനും മറിച്ചിടാതെയാണ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ലാസ്റ്റത്തതൊന്നും മറിച്ചിട്ടതാണ്. പിന്നെ ഇതാ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നൊന്നുമില്ല. നമ്മൾ ആദ്യം ചുട്ടതൊന്നും മുറിഞ്ഞിട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് അടിഭാഗം ചെറിയൊരു നനവ് വന്നിട്ടുണ്ടാകുമല്ലോ ആ ചൂടിൻ്റെ, അതുകൊണ്ടായിരിക്കാം അത് പെട്ടെന്നൊന്നും മുറിഞ്ഞു പോയത്. ബാക്കിയുള്ളതൊന്നും അങ്ങനെ വേഗം മുറിയുന്നതല്ല. പിന്നെ ഞാൻ ഈ ദോശയിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് തയ്യാറാക്കിയത് ചുമന്ന്
തക്കാളി കൊണ്ടുള്ള ചട്നിയും പിന്നെ കുറച്ച് തേങ്ങാ ചട്നിയുമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെളുത്ത ചമ്മന്തി ചട്നിയും പിന്നെ തക്കാളി വെച്ചിട്ടുള്ള ചുമന്ന ചട്നിയും തയ്യാറാക്കി. നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നല്ല ചുവപ്പ് കളറിൽ നമുക്ക് കിട്ടും. പിന്നെ വറ്റൽമുളക് ചേർത്തിട്ടൊക്കെയാണ് എല്ലാം അരക്കുന്നത്. അപ്പോൾ ചമ്മന്തിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ്. പലതവണ ഞങ്ങൾ ഈ ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, മറിച്ചിട്ട് കൊണ്ടും അല്ലാതെയൊക്കെ. മറ്റൊരു ദിവസം ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചട്നിയാണ് കേട്ടോ. അത്ര വലിയൊരു പഴുത്ത തക്കാളി അല്ലായിരുന്നു, അതുകൊണ്ടാണ് ആ നിറം അങ്ങനെ. അപ്പോൾ ഈ ദോശ കൂട്ടി കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷന് ചമ്മന്തി തന്നെയാണ്. ഒരിക്കലും ഞാൻ നീർദോശയുടെ മാവിൻ്റെ അത്രയും ഒരു കട്ടിയിൽ ചുട്ട് നോക്കി. പക്ഷെ ആ സമയത്ത് തവി കൊണ്ട് പരത്തിയെടുത്തപ്പം കുറേ ഭാഗമൊക്കെ കട്ടി കുറഞ്ഞു, പിന്നെ കരിഞ്ഞു പോയി. അതത്ര പെർഫെക്റ്റ് ആയില്ല. പിന്നെ ഈ ദോശ ഞാൻ തവി കൊണ്ട് പരത്താതെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചതാണ് കേട്ടോ. അതും പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നൊന്നുമില്ല. പക്ഷേ അടിഭാഗം കണ്ടില്ലേ, കുറച്ച് നന്നായിട്ട് ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം സമയം വേവാനായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതാണ്. പിന്നെ മീറ്റ് കറിയുമായിട്ട് കഴിച്ച് നോക്കിയപ്പം അത്ര നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ പുളിയുള്ളൊരു ചെറിയൊരു പുളിയുള്ള ദോശയാണ്. ആ ഒരു തൈരിൻ്റെ പുളിയൊക്കെ ദോശയിലുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷന് ദോശയിലേക്ക് ചട്നി തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.